ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രംസ് അഥവാ സാമാന്തരികങ്ങളിലെ പേജ് നമ്പർ 178 ക്വസ്റ്റ്യൻ 1 ആണ്. ക്വസ്റ്റ്യൻ 1 രണ്ടാമത്തെ ഫിഗറാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ ഫിഗർ റഫായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഒന്നാമത്തെ ഫിഗർ ചെയ്ത പോലെ തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക. ഇപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എത്ര തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നുണ്ടെന്ന് നോക്കുക. ഇതിങ്ങനെ ഇപ്പോൾ 1, 2, 3, 4 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ഒരു നേർവരയിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180. ആ 180നെ 4 തുല്യ ഭാഗങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗവും എത്ര വരും? അതായത് 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 45 ഡിഗ്രി വരും. അപ്പോൾ ഓരോന്നും 45 ഡിഗ്രി ആണല്ലോ. പിന്നെ നമുക്ക് ഇവിടെ റോംബസ് ആണ് വരയ്ക്കേണ്ടത്, അഥവാ സമഭുജ സാമാന്തരികമാണ് വരയ്ക്കേണ്ടത്. ഇഷ്ടമുള്ള അളവെടുക്കാം. ഞാനിവിടെ 4 സെന്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടും 4 സെന്റിമീറ്റർ, ഇങ്ങോട്ടും 4 സെന്റിമീറ്റർ എടുക്കുക. അപ്പോൾ ടോട്ടൽ 8 എടുത്ത് വരച്ചാൽ മതി. ഇപ്പോൾ 8 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കാം. അതിൽ 4 ഇങ്ങോട്ടും 4 റൈറ്റിലോട്ടും വരയ്ക്കുന്നു. പിന്നെ നമുക്ക് 45 ഡിഗ്രി, ഇവിടുത്തെ ആദ്യത്തെ 45 ഡിഗ്രി, ഇങ്ങോട്ടും 45 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ 45 45 90 ആണല്ലോ. അപ്പോൾ ഓരോന്നും 45 വെച്ച് മാർക്ക് ചെയ്താൽ മതി. പ്രൊട്രാക്ടർ വെച്ചിട്ട് അത് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഈ 0യിൽ നിന്ന് 45 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 45ആയി. വീണ്ടും 45 എടുക്കുക. അതായത് 45 45 90 ആണല്ലോ. അപ്പോൾ 90ൽ മാർക്ക് ചെയ്യുക. ഇനി വീണ്ടും 45 വരയ്ക്കുക. അല്ലെങ്കിൽ ഈ 0യിൽ നിന്ന് 45 എടുത്താലും മതി. കണ്ടല്ലോ, ഓരോ സ്ഥലത്തും നമ്മൾ 4 സെന്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ, 1, 2, 3, 4 ഇവിടം വരെ വരച്ചാൽ മതി. താഴോട്ടും അപ്പോൾ ഇതിങ്ങോട്ട് വന്നു, ഇങ്ങോട്ടും 4 ആണല്ലോ. അപ്പോൾ താഴോട്ട് 4 എടുക്കുക. 1, 2, 3, 4 സെന്റിമീറ്റർ വരച്ചല്ലോ. അതേപോലെ ഇവിടെയും മുകളിലോട്ട് 4 സെന്റിമീറ്റർ, 1, 2, 3, 4. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുക. താഴോട്ടും 1, 2, 3, 4 കണ്ടല്ലോ. ഇനി ഇവിടെയും 1, 2, 3, 4 സെന്റിമീറ്റർ താഴോട്ടും 1, 2, 3, 4 കണ്ടല്ലോ. പിന്നെ നമുക്ക് റോംബസ് അഥവാ സമഭുജ സാമാന്തരികമാണ് വരയ്ക്കേണ്ടത്. അപ്പം 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. ഉണ്ടല്ലോ. ആദ്യം നമുക്ക് ഇത് വരയ്ക്കാം. അപ്പോൾ അത് ഇവിടെ കുത്തിയാണ് 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു. അതേപോലെ ഇവിടെ നിന്ന് നമുക്കത് ജോയിൻ ചെയ്യുമ്പോൾ ആ റോംബസ് കംപ്ലീറ്റ് ആവും. ഒന്നാമത്തെ റോംബസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റോംബസ് വരയ്ക്കാം. സെയിം കോമ്പസിന്റെ അളവ് മാറുന്നില്ലല്ലോ. രണ്ടാമത്തെ റോംബസും കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ റോംബസ് ഇത് വരയ്ക്കാം. മൂന്നാമത്തെ റോംബസും കംപ്ലീറ്റ് ആയി. ഇനി നാലാമത്തെ റോംബസ്. നാലും വരച്ചു കഴിഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ വരച്ച് പഠിക്കുക.